അപ്പോൾ ഇവിടെ ഇരിക്കുന്ന പലരെയും, ഞാനടക്കമുള്ള പലരെയും പല അർദ്ധരാത്രികളിലും പല അസമയങ്ങളിലും ഞങ്ങളുടെ നമ്മുടെ ശരീരത്തിന്റെ ന്യൂഡ് പിക്ചേഴ്സ് കണ്ടാൽ മാത്രമാണ് അവർക്ക് ഇത് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അവർക്ക് അർച്ചന പത്മിനി എന്നാണ്. ഞാൻ വളരെ ചെറിയ റോളുകളൊക്കെ സിനിമയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അസിസ്റ്റ് ചെയ്ത് മാമുക്കോയ അങ്കിള് നമ്മളെ മലയാളി ഞാൻ എഴുതിയ. അങ്ങനെ നമ്മുടെ കേരളത്തിൽ ഇന്ന് കത്തി നിൽക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് നമ്മുടെ മലയാള സിനിമയിലെ കാസ്റ്റിംഗ് കൗച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഈ മാംസക്കച്ചവടം നടത്തുന്ന കുറച്ച് വലിയ ആൾക്കാരെ കുറിച്ചിട്ടൊക്കെയാണ് ഇങ്ങനെ ചർച്ച വിഷയം ആയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്ന പ്രകാരമുള്ള ആ നടന്മാരാര് എന്നുള്ള ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ട്, പിന്നെ ഈ നടിമാരാണെങ്കിലും പല ആളുകളും വന്നെങ്കിൽ പുറത്തോട്ട് വന്നിട്ട് ഇന്ന പോലെ പ്രശ്നങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോഴും പലരും പേര് പറയാൻ മടിക്കുന്നുണ്ട്. ആരുടെയൊക്കെയാണ്, അല്ലെങ്കിൽ അവരെ എക്സ്പോസ് ചെയ്യാതെ പലരും ഇരിക്കുന്നുണ്ട്. അത് അവരുടെ പേഴ്സണൽ കാര്യങ്ങളായിരിക്കും, അവരുടെ ചോയ്സ് ആയിരിക്കാം. എന്നിരുന്നാലും ഞാൻ പറയുന്നത് നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ഒന്ന് പുറത്തോട്ട് പറയണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ജൂബിത എന്ന് പറയുന്ന ഒരു കലാകാരിയുണ്ട്. കലാകാരിയുടെ ആ പുള്ളിക്കാരിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇങ്ങോട്ട് വെക്കാം. ഒപ്പം ബാക്കി കുറച്ച് ആൾക്കാർക്ക് കൂടെ സംസാരിക്കാനുണ്ട്. ഞാൻ നല്ല ഇവിടെ പ്ലേ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ജൂബിത എന്ന് പറയുന്ന ആ ഒരു കലാകാരിക്ക് പറയാനുള്ള കാര്യങ്ങളൊന്ന് കേൾക്കാം. കാരണം എന്തുകൊണ്ടാ, ഞാൻ ഒരു പെൺകുട്ടിയായി പോയതുകൊണ്ട് ഒത്തിരി പറയാനുണ്ട്. ഇതിലിപ്പം ഇടവേള ബാബു, എന്താ പറയാ, മാമുക്കോയ് അങ്കിൾ അദ്ദേഹം മരിച്ചു. പിന്നെ ഹരിഹരൻ സാർ അദ്ദേഹം മരിച്ചു. അതിനുള്ള ഒരു എവിഡൻസ് ആണ് ഷാജി പട്ടിക്കർ സാറിന്. അവരെ ആരും ഇതിൽ വലിച്ചിട്ട് അവരെ ബുദ്ധിമുട്ടിപ്പിക്കില്ല. നിൽക്കുന്ന കൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ സിനിമ രാത്രി ഇരുന്നിട്ട് എഴുതും. പകല് ജോലി കഴിഞ്ഞിട്ട് രാത്രി ഇരുന്ന് എഴുതിയ സ്ക്രിപ്റ്റാ. അതിന് എനിക്ക് കഴിവുണ്ടായിട്ടും എന്താ പറയാ, ശരീരം വേണമെന്ന്. ഇപ്പൊ അമ്മ സംഘടനയുടെ ഒത്തിരി ആൾക്കാർ ഇരിക്കുന്നു. ഇടവേള ബാബു കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം. അദ്ദേഹം എന്നോട് പറഞ്ഞ ശരീരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്. അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറുകയും ചെയ്യാം. 1.5 ലക്ഷം രൂപയോ ഒന്നും വേണ്ട, അല്ലെങ്കിൽ ക്യാഷ് അടച്ചിട്ട് കയറണം. അന്ന് 2018 ഞാൻ വാക്കുതർക്കം ഉണ്ടായി. ഞാൻ പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞ ലാസ്റ്റ് പേര് ഇടവേള ബാബു എന്നല്ലല്ലോ, അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തെറ്റി. യു ബ്ലഡി ഇന്റർവെൽ ബാബു, വാട്ട് ആർ യു സേയിങ്? യു ആർ സേയിങ് ഫോർ എ അഡ്ജസ്റ്റ്മെന്റ്. ഇതെന്തൊക്കെയാണ് നിങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അമ്മയുടെ മറ്റേ തലപ്പത്തിരിക്കുന്ന നിങ്ങളാണോടെ മലയാള സിനിമയുടെ അവസാനത്തെ വാക്ക്? അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നിങ്ങൾ ഇങ്ങനെ ഒരു മനുഷ്യനാണെന്നുള്ളത്. എടി, അമ്മ സംഘടനയിൽ ഇതുപോലെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താ 1.5 ലക്ഷം രൂപയൊന്നും തരണ്ട, പകരം കൂടെ കിടന്ന് തന്നാൽ മതിയെന്ന്. യു ബ്ലഡി ഇന്റർവെൽ ബാബു. വേഷങ്ങൾ ചെയ്തു. ഷാജിക്കൊടിയൻ അങ്കിളാന്ന് തോന്നുന്നു ആ സ്ക്രിപ്റ്റ്. പുള്ളിക്കാരൻ ഏകദേശം നല്ല രീതിയല്ലാത്ത രീതിയിൽ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. ഇന്ന് ഞാനിപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ ഈ ഒരു ഏജ് വരെ, ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് 7 മാസമായി. എന്റെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അഭിനയിക്കാനും എഴുതാൻ ഒക്കെ ഉള്ള ഒരു ത്രെഡ് എന്നാലും എനിക്ക് കഴിവുണ്ട്. പക്ഷെ വിളിക്കുന്നവരെല്ലാം ഈ ശരീരം വേണം എന്നുള്ള രീതിയിലാണ്. ഇതെന്തോന്നടേ, മാംസ കച്ചവടവാ? ഇറച്ചിക്കടയിൽ പോലും ഇതുപോലെ മാംസം വേണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്ന് ആരും വാശി പിടിക്കാറില്ല. പക്ഷേ ഒരു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ നിങ്ങൾ പറയണം, നിങ്ങൾ കൂടെ കിടന്നിരണം. മാംസം, ശരീരമാണ് നിങ്ങൾക്ക് വേണ്ടുന്നത്. എടേ, എനിക്കറിയാൻ മേലാത്തോണ്ട് ഇത്രയ്ക്ക് വലിയ ദാരിദ്ര്യമാണോ ഈ സിനിമാ ഫീൽഡിൽ കിടക്കുന്ന ആൾക്കാർക്ക്? വരുന്ന എല്ലാ സ്ത്രീകളുടെ അടുത്തും വന്നിട്ട് ചോദിക്കുകയാണ്, കൂടെ കിടക്കാവോ? എടാ, അത്രയ്ക്ക് ഇതുപോലെ നിനക്കൊക്കെ ഇങ്ങനെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഉണ്ടല്ലോ, നീയൊക്കെ ആണെങ്കിൽ നിന്റെ വീട്ടിൽ കുടുംബത്തിലുള്ള സ്ത്രീകളുടെ അടുത്ത് ആദ്യം ചെന്നിട്ട് ചോദിക്കണം കൂടെ കിടക്കാവോന്ന്. എന്നിട്ട് നീ പുറത്തോട്ടിറങ്ങണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം ഹരിഹരൻ സാറ് ഞാൻ അഭിനയിച്ച് 3ാമത്തെ ദിവസമായപ്പോ, 2ഓ 3ാമത്തെ ദിവസമാണ്, ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. അന്ന് രാത്രി സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മളെ മഹാറാണിയുടെ ഓപ്പോസിറ്റ് റൈറ്റ് ഇങ്ങനെ പോകും, ഇവിടുന്ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ റൈറ്റ് സൈഡായിട്ട് അതേപോലെ തന്നെ ഒരു ലോഡ്ജോ എന്തോ റെസ്റ്റോറന്റ്, അവിടേക്ക് വരണം എന്ന് പറഞ്ഞു. അതിപ്പോ ഞാൻ ഈ കാണുന്ന പ്രേക്ഷകർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്തിനാണോ സാറ് വിളിച്ചത്. കാരണം എന്റെ അച്ഛനേക്കാളും പ്രായം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഏജ് ആയിരിക്കും. എനിക്ക് സങ്കടം വരിക എപ്പോഴും പറയുമ്പോ. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, നീ വന്നിട്ടില്ലെങ്കിൽ എന്റെ സീന് കട്ട് ചെയ്യും. എന്നിട്ട് ഞാൻ ഒരു തുള്ളി കണ്ണീര് പോലും വീട്ടാതെ ഞാൻ നല്ല ശക്തിയായിട്ട് പറഞ്ഞു, ഞാൻ വരില്ല, എന്റെ സീന് നിങ്ങൾ കട്ട് ചെയ്തോ, എനിക്ക് വിധിയില്ല എന്ന് ഞാൻ വിചാരിച്ചോളാം. അത് കട്ട് ചെയ്തിട്ട് ഞാൻ സത്യം പറയാൻ, നമ്മൾ തമാശ പറയില്ലേ എരുമ മൂങ്ങുന്നൊക്കെ, അതുപോലെ കിടന്ന് കരഞ്ഞു. ഞാൻ ഷാജി പട്ടിക്കര സാറ് വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോഴാണ് സാറ് ഇത് അറിയുന്നത്. അപ്പൊ ഞാൻ പിറ്റേന്ന് ലൊക്കേഷനിൽ പോയപ്പോ അവിടെയൊക്കെ എനിക്ക് അതിന്റെ ഒരു ഇത് മനസ്സിലായി, പ്രശ്നങ്ങള്. പക്ഷെ എന്നോട് പിന്നീട് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തു. എന്തുവാടെ ഇതിനൊക്കെ പറയേണ്ടത്? അച്ഛൻ്റെ പ്രായമുള്ള ഒരാൾ വിളിച്ചിട്ട് കൂടെ കിടക്കാൻ വിളിച്ചിട്ട് നീ കൂടെ വന്നില്ലെങ്കിൽ നിന്റെ സീൻസ് എല്ലാം കട്ട് ചെയ്ത് കളയുന്നു. ഭീഷണിയാണോടെ? മലയാള സിനിമ അല്ലെങ്കിൽ സിനിമ സ്വപ്നം കാണുന്ന ഏതൊരാളുടെ അടുത്തും ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ പെരുമാറുന്നത്? സിനിമയിൽ ഒരു പെൺകുട്ടിക്ക് അഭിനയിക്കണമെങ്കിൽ കൂടെ കിടന്നേ പറ്റുള്ളൂ. നമ്മുടെ ഈ ഒരു ഇന്റർവെൽ ബാബുവിനെ പോലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അമ്മയുടെ തലപ്പത്ത് നിന്നിരിക്കുന്നു, അല്ലെങ്കിൽ മലയാള സിനിമയുടെ അവസാനത്തെ വാക്ക് ഇങ്ങനെയുള്ള ആളുകളാണെന്നൊക്കെ കുറേ ആൾക്കാരൊക്കെ വിചാരിച്ച് വെക്കുന്നുണ്ട്. ഇപ്പം എന്തായാലും ഈ ഒരു ലേഡി ആണെങ്കിൽ, ഈ ഒരു ചേച്ചി ആണെങ്കിൽ പിന്നീട് ആ ഒരു സിനിമ കംപ്ലീറ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്കിള്
നമ്മളെ മലയാളി ഞാൻ എഴുതിയ സിനിമ സ്ക്രിപ്റ്റിൽ അദ്ദേഹം ഉണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞതും ഒരു മകളോട് പറയാൻ പറ്റിയ കാര്യമൊന്നുമല്ല. അവിടെ വെച്ച് ഞാനത് ക്ലോസ് ചെയ്തു. പിന്നെ സുധീഷ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഞാൻ കൂടെ ടൂറ് പോകും പോലെ വണ്ടിയിൽ കാറിൽ പോകണം. ഞാൻ കോൾ ചെയ്തു, എന്നെ ഇങ്ങോട്ടും കോൾ ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ കുട്ടികളാണ്, ചെറിയ കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിന്റെ സിനിമ കാണുമ്പോൾ ഒരു ആരാധനയാണ് മനസ്സിൽ വരിക. അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ അത് തെറ്റായ രീതിയിൽ വരുമ്പോൾ നമ്മൾ അവിടെ നിർത്തുക. വേറെ കോൾ ചെയ്യുമ്പോൾ ഭാര്യയുണ്ട് എല്ലാം പറയാം. ഭാര്യയുണ്ട് ഇപ്പൊ വിളിക്കണ്ട, പിന്നെ വിളിച്ചാൽ മതി. ഇടാ മോനെ കേട്ടോ, അല്ല മോളൂസേ, പിന്നെ വിളിച്ചാൽ മതി, ഭാര്യയുണ്ട്. ഇവിടെ എന്തോന്നര ഇതൊക്കെ. പിന്നെ മാമുക്കോയെ പറ്റിയിട്ട് ഞാൻ പറയുന്നില്ല, കാര്യം ഇന്ന് നമ്മൾ ഈ ലോകത്തില്ലാത്ത വ്യക്തിയെ പറ്റിയിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷേ സുധീഷ്, എൻ്റെ പൊന്നോ, നിങ്ങളൊക്കെ എന്ത് മനുഷ്യനാണ്. നമ്മളൊക്കെ സിനിമയ്ക്കകത്തോടൊക്കെ കാണുമ്പോൾ ഇവരൊക്കെ എത്ര മാന്യമാരായിട്ടുള്ള വ്യക്തികളാണല്ലേ. ഇവരൊക്കെ പിന്നാമ്പുറത്ത്, ക്യാമറയുടെ പിന്നാമ്പുറത്ത് ഇവരുടെ കളികളൊക്കെ ആണെങ്കിൽ പാതിരാത്രി വിളിച്ചിട്ട് എന്താ മോളൂസേ, എന്ത് ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്, ഡ്രസ്സിൻ്റെ നിറം എന്താ എന്നൊക്കെ ചോദിക്കുന്ന ടീംസാണ്. എന്തായാലും ഇനി അടുത്തൊരു ആക്ട്രസിന് പറയാനുള്ള കാര്യങ്ങളൂടെ ഞാനിവിടെ പ്ലേ ചെയ്യാം. പത്മിനി എന്നാണ്. ഞാൻ വളരെ ചെറിയ റോളുകളൊക്കെ സിനിമയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, അസിസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. WCC ഫിലിം ഫെസ്റ്റിവലിൽ എടുത്ത് ക്യൂറേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പറയണം. നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല അല്ലെങ്കിൽ പരാതി കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴേ, ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഫെഫ്കയിൽ. ശ്രീ ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് എന്റെ പരാതി സ്വീകരിച്ചിട്ടുള്ളത്. ഇതുവരെ ഒരു അഡ്രസ്സും അതിന്റെ പേരിലില്ല. മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ള പുള്ളിക്കാരൻ സ്റ്റാർ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് എനിക്കുണ്ടായ വളരെ മോശപ്പെട്ട ഒരു അനുഭവം. ഷെറിൻ സ്റ്റാൻഡി എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ, അതിൽ ഇപ്പോഴും സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പോലീസ് പരാതി കൊടുത്തിട്ടില്ല. വീണ്ടും ഒരു വെർബൽ റേപ്പിന് എനിക്ക് കടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അത്തരം മോശപ്പെട്ട അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പോലീസിൽ പോയില്ല. ഇല്ല, ഐ ഡോണ്ട് നോ. ഞാൻ വളരെ ഇൻഡിപെൻഡന്റ് സിനിമകളൊക്കെ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഈ ഇൻഡസ്ട്രിയുടെ സ്വഭാവങ്ങൾ അധികം അറിയില്ല. അപ്പോൾ ഇവര് സംസാരിക്കുന്നു, ഇവര് നീതി തരുന്നു എന്ന് പറയുന്നു. ഇപ്പൊ റേപ്പിസ്റ്റിന്റെ കൂടെ നീതി എന്ന് പറയുന്ന സിനിമ ചെയ്യാൻ പോകണമെന്നാണ് ഞാൻ കേൾക്കുന്നത്. എനിക്കറിയില്ല. എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ ഉളകളുടെ പുറകെ നടക്കാൻ സൗകര്യമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ഊളകളുടെ പുറകെ ഒന്നും നടക്കണമെന്ന് പറയുന്നില്ല. പക്ഷേ ഈ ഊളകളെയൊക്കെ ആണെങ്കിൽ ഇതുപോലെ വന്നിട്ട് എക്സ്പോസ് ചെയ്ത് ആരൊക്കെയാണെന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് കൊണ്ടുവന്ന് കാണിച്ചിട്ട് അവന്മാരെയൊക്കെ വലിച്ചു കീറി അങ്ങോട്ട് വെക്കണം. ഈ പകൽ സമയത്ത് പകൽമാന്യന്മാരായിട്ട് കളിച്ച് നടന്നിട്ട് രാത്രി കാലങ്ങളിൽ വന്നിട്ട് എന്താ മോളൂസേ ജാടയാണെന്ന് ചോദിക്കുന്ന അങ്ങനെയല്ല, കൂടെ കിടക്കാൻ വരുമെന്നൊക്കെ ചോദിക്കുന്ന ഇത്തരം ടീംസിനെയൊക്കെ ആണെങ്കിൽ പബ്ലിക്കിൽ വന്നിട്ട് എക്സ്പോസ് ചെയ്യാണ് വേണ്ടത്. പിന്നെ ഈ പുള്ളിക്കാരൻ സ്റ്റാർ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തിലെ നായകനായിരുന്നു നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക. അപ്പം ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ഹേമ കമ്മിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ അതിനകത്ത് നമ്മുടെ തെലുങ്കൻ സാർ പറയുന്നൊരു കാര്യമുണ്ട്. പത്മപ്രിയ ആണെങ്കിൽ ഒരു ഫിലിം സെറ്റിൽ വെച്ചിട്ടാണെങ്കിൽ അവിടുത്തെ ഡയറക്ടർ കർണക്കുറ്റി നോക്കി പോച്ച അടിച്ചിട്ടും അവിടെയുള്ള സെറ്റിലുള്ള ഒരാൾ പോലും ഒരു അക്ഷരം പോലും വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ അത് റിലേറ്റ് ത്രൂ എന്താ പറയുക, മമ്മൂക്കയാണെങ്കിൽ പല ഫിലിം സെറ്റുകളിലും ചില തെറ്റുകൾ കണ്ടിട്ടും കാണാത്ത പോലെ കണ്ണടച്ചിരിക്കുകയും എന്നിട്ട് ഈ തെറ്റുകൾക്കെല്ലാം കൂട്ടുനിൽക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങളൊക്കെ തിലകൻ സാർ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം മമ്മൂക്കയാണെങ്കിൽ കാസ്റ്റിംഗ് കൗച്ച് ചെയ്തു എന്നോ അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ കിടക്കാൻ വിളിച്ചു എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഒരുപക്ഷെ കൺമുന്നിൽ ഇങ്ങനത്തെ ചില തെറ്റുകളൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും. എന്തായാലും ബാക്കി ഇനി അടുത്തൊരു ആക്ട്രസ് ലേഡി പറയുന്നത് ഇവിടെ ട്രൈ ചെയ്യാൻ. നമ്മുടെ ശരീരത്തിൻ്റെ ന്യൂഡ് പിക്ചേഴ്സ് കണ്ടാൽ മാത്രമാണ് അവർക്ക് ഇത് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അവർക്ക് മാർക്ക് ഇടണം, എത്ര ഷേപ്പ് നോക്കണം, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് എന്നോട്. ഓപ്പൺ ആയിട്ട് പറഞ്ഞു. ഇൻസ്റ്റാഗ്രാമിലേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു, ഫോൺ ചെയ്തിട്ടും പറഞ്ഞിട്ടുണ്ട്. അതാരുടെ ശരീരത്തിൻ്റെ ന്യൂഡ് പിക്ക് കണ്ടിട്ട് അതിൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് മാർക്ക് ഇടണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങളും തിന്നുന്നത് പച്ചച്ചോറ് തന്നെയാണ്. അങ്ങനെയൊക്കെ ആരുടെ ഇത് ആവശ്യപ്പെടുന്നത്? ന്യൂഡ് പിക്ക് കണ്ടിട്ട് അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ ഓരോ മാർക്കൊക്കെ ഇടാം. ഇതെന്തോന്നു കലോത്സവ വേദിയാണ്? മാർക്കൊക്കെ ഇട്ടിട്ട് ഗ്രേസ് മാർക്കൊക്കെ കൊടുത്ത് പരീക്ഷയ്ക്ക് പാസ്സാക്കി വിടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന കലോത്സവ വേദിയാണ് ഇതൊക്കെ. പിന്നെ ഇപ്പോൾ ഈ ഒരു ലേഡി ഇത് പറയുമ്പോഴും ഇത് ആരാണ് എന്നുള്ളത് നിങ്ങൾ പറയുന്നില്ല. നിങ്ങൾ ധൈര്യത്തോടെ വന്നൊന്ന് പറയണം. ഇവിടെ ഇന്ന് പഴയ കാലം പോലെ അല്ല, ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ വളരെ സജീവമായിട്ട് നിൽക്കുമ്പോഴത്തേക്കിന് ഇത്തരം ആളുകളുടെയൊക്കെ മുഖം മൂടിയൊക്കെ ആണെങ്കിൽ നമുക്ക് പബ്ലിക്കിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വലിച്ചു കീറി നമുക്ക് കേരളം കത്തിക്കണം. പിന്നല്ലാതെ ഇങ്ങനെയുള്ള അവന്മാരൊക്കെ ആണെങ്കിൽ പകൽമാന്യന്മാരായിട്ട് നടിച്ചു കൊണ്ടിട്ട് വീട്ടിലുള്ള എല്ലാവരുടെയും മുന്നിൽ മാന്യന്മാരും പുറത്തോട്ട് ഇറങ്ങിയിട്ട് ക്യാമറയ്ക്ക് പുറത്ത് വരുന്ന സ്ത്രീകളുടെ അടുത്തെല്ലാം ഇങ്ങനെ ചോദിക്കാൻ ചെയ്യുന്നവരുടെ അടുത്ത് എന്താടേ പറയുക. ഇനി നമ്മുടെ മഞ്ജു ചേച്ചി ആണെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ ഈ ഒരു ഇഷ്യൂ ആയിട്ട് റിലേറ്റ് ചെയ്ത് സംസാരിച്ചിരുന്നതും ഇപ്പോൾ ഈ ഒരു ഇഷ്യൂവിനെ പറ്റിയിട്ട് ചോദിക്കുമ്പോഴത്തേക്കിന് പുള്ളിക്കാരി ഒന്നും മിണ്ടാതെ പോകുന്നതായിട്ടുള്ളൊരു 2 വിഷ്വൽസ് ഞാനിവിടെ വെക്കാം. ഇവിടെ ഇരിക്കുന്ന പലരെയും, ഞാനടക്കമുള്ള പലരെയും പല അർദ്ധരാത്രികളിലും പല അസമയങ്ങളിലും ഞങ്ങളുടെ വീടുകളിൽ സുരക്ഷിതരായി കൊണ്ടാക്കിയിട്ടുള്ള ഡ്രൈവർമാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാ സഹപ്രവർത്തകരെയും അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ
ഉള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്കിവിടെ ചെയ്യാൻ. കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് എന്തെങ്കിലും 2 വാക്ക് പറയാം. പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ ബദിരനും മൂകനുമാണ്. എനിക്കൊന്നും സംസാരിക്കാനും പറ്റൂല, എനിക്കൊന്നും കേൾക്കാനും പറ്റൂല. ഓക്കെ, ഇപ്പം മഞ്ജു ചേച്ചി എന്തുകൊണ്ട് ഇപ്പം ഇതിനൊന്നും മറുപടി പറയുന്നില്ല എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. കാരണം പുള്ളിക്കാരുടേതായിട്ട് എന്തെങ്കിലും ഒരു പേഴ്സണൽ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പുള്ളിക്കാരിക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഈ പറയുന്ന ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നപ്പോഴത്തേക്കിനും അതിൽ കുറ്റക്കാരായിട്ട് അല്ലെങ്കിൽ പ്രതിയായിട്ടുള്ള രീതിയിൽ എവിടെയെങ്കിലും അങ്ങനെയുള്ള ആളുകളുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇങ്ങനെ സംസാരിക്കാത്തത്. എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല. അത് പുള്ളിക്കാർ തന്നെ വന്ന് പറഞ്ഞാലേ നമുക്കറിയുള്ളൂ. ഇനി നമ്മുടെ പ്രമുഖയായിട്ടുള്ള മറ്റൊരു നടി വന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതുകൂടെ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. അതെ 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 കാര്യത്തിന് കാണുമ്പോൾ സീരിയസ് ആയിട്ട് ചോദിക്കണം എന്നുള്ളൊരു കാര്യമുണ്ട്. ഏതോ ഇൻ്റർവ്യൂവിലും അതിന് മുമ്പും നമ്മൾ എപ്പോഴും സംസാരിച്ച് പോകുന്നത്, അതായത് ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ആസ് ആൻ ആക്ട്രസ് ഓർ ആക്ടേഴ്സിന് വരാം. അപ്പോൾ അതിൽ ഇപ്പം ഈ കാസ്റ്റിംഗ് കൗച്ചിനെ പറ്റി അത് ആക്ച്വലി സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അത് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു കാര്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവം അത് ആക്ച്വലി സംഭവിച്ചൊരു കാര്യം തന്നെയാണ്. അയ്യോ, അനുഭവം ഉണ്ടായിട്ടില്ല. ഐ മീൻ അങ്ങനെയല്ല പറഞ്ഞത്, ആ ഒരു കാര്യത്തിനെ റിലേറ്റ് ചെയ്യുന്ന. അതെ, എന്നോട് കുറെ ടീംസ് എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്താ പറയാ, കോംപ്രമൈസിന് തയ്യാറാണോ, അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇറ്റ്സ് ഓൾ അപ് ടു അസ് ചേട്ടാ, നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണോ എന്നുള്ളതിനനുസരിച്ചേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ ദേഷ്യപ്പെടാം, അല്ലെങ്കിൽ നമുക്ക് സട്ടിലായിട്ട് ഡീൽ ചെയ്ത് വിടാം. കാരണം ആൾക്കാർ എന്തായാലും ചോദിക്കും, എന്തായാലും ചോദിക്കും. പക്ഷെ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന്, അല്ലാതെ ആരും നമ്മളെ റേപ്പ് ചെയ്യാനോ അറ്റാക്ക് ചെയ്യാനോ ഒന്നും വരില്ല. ആ തരത്തിലൊന്നും ഡേഞ്ചറസ് അല്ല. ഓൺ ദി സ്പോട്ടിൽ നോ പറയുന്നവരുണ്ടാവും അല്ലേ? അതെ 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 അതെ, അപ്പൊ അതിനെ ആ രീതിയിൽ തന്നെ അങ്ങ് അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ അതിനെതിരെ പോരാടാനൊന്നും, അവര് ചോദിക്കണല്ലേ ഉള്ളൂ. നമ്മളിപ്പോ പല സംഭവങ്ങളിലും ഇപ്പൊ ചിലർ അതെ 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 ചോദിക്കണമല്ല ഉള്ളൂ. അതേപോലെ തന്നെ ആയിരുന്നു നേരത്തെ മറ്റേ ജൂബിത എന്ന് പറയുന്ന ചേച്ചി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പുള്ളിക്കാരിയുടെ ആ ഒരു സീൻസ് എല്ലാം കട്ട് ചെയ്ത് കളയും. കാരണം എന്താണ്, നീ എൻ്റെ കൂടെ വന്ന് കിടക്കാത്തത് കൊണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റിന് നീ എൻ്റെ കൂടെ വന്ന്, ഞാൻ വിളിച്ച ലോഡ്ജിലോട്ട് വന്ന് നീ എൻ്റെ കൂടെ കിടന്നു കഴിഞ്ഞാൽ നിൻ്റെ സീൻസ് ഒന്നും കട്ട് ചെയ്യത്തില്ല, നിന്നെ സിനിമയിലോട്ട് അഭിനയിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ മെൻ്റലി ടോർച്ചർ ചെയ്ത് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളും ഒരു ടൈപ്പ് ഓഫ് റേപ്പ് തന്നെയാണ്. ഓക്കെ, അല്ലാതെ കടന്ന് ആക്രമിച്ച് ഇത് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല ഒരു റേപ്പ് എന്ന് പറയുന്നതിൽ പെടുന്നത്. ഒരാളെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ട് നീ കൂടെ കിടന്നേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യും എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ റേപ്പിൻ്റെ ഭാഗമായിട്ട് വരുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, ജസ്റ്റ് ചോദിക്കുക മാത്രമല്ല. ഇപ്പം ഇതുപോലെ ചോദിച്ചു, ഇപ്പം നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഇതുപോലെ പല ആളുകളും ഇങ്ങനെ ചോദിക്കും, ഓഫ് കോഴ്സ് ആയിട്ട് ചോദിക്കുന്നുള്ള. ഇങ്ങനെ ഈ ചോദ്യങ്ങളൊക്കെ നിർത്തലാക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഇതുപോലെ ചോദിക്കുന്ന ആൾക്കാരെ ആണെങ്കിൽ നിങ്ങൾ ഫോൺ ത്രൂ ആണെങ്കിൽ ഇത് റെക്കോർഡ് ചെയ്തിട്ട് പബ്ലിക്കിലേക്ക് കാണിക്കുക, അല്ലെങ്കിൽ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കുകയോ, അല്ലെങ്കിൽ ഇങ്ങനെ ആരൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് ചോദിക്കുക എന്നുള്ള ഒരു ആളുകളുടെ പേര് പബ്ലിക്കിൽ വന്നിട്ട് നിങ്ങൾ സംസാരിക്കണം. ഓക്കെ, കാര്യം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളോ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു എന്താ പറയുക മണി പവർ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് വലിയ പ്രശ്നമുള്ള കാര്യങ്ങളായിരിക്കത്തില്ല. പക്ഷേ സിനിമ സ്വപ്നം കണ്ട് നടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലേ? അപ്പം ആ ആളുകൾക്കൊക്കെ ആണെങ്കിൽ മുന്നോട്ട് വരുമ്പോഴത്തേക്കിന് നിങ്ങളെല്ലാം നിങ്ങളെപ്പോലുള്ള വലിയ ആളുകളൊക്കെ ആണെങ്കിൽ ഇതുപോലെ കണ്ടിട്ട് ജസ്റ്റ് ചോദിക്കാനുള്ളൂ. നമ്മൾ ജസ്റ്റ് ഒന്ന് റിഗ്രറ്റ് ജസ്റ്റ് വട എന്ന് പറഞ്ഞ് വിട്ടാൽ മതി എന്ന് നിങ്ങൾ പറയുമ്പോഴും നിങ്ങൾ നല്ല രീതിയിൽ പ്രതികരിച്ച് അവിടെ നിങ്ങൾ ശബ്ദം ഉയർത്തിയാൽ മാത്രമേ ഇനി വരുന്ന ആളുകൾക്കെങ്കിലും നമ്മുടെ മലയാള സിനിമയിൽ സേഫായിട്ട് ഒരു സ്ഥലത്ത് തിരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഇപ്പം ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണെങ്കിൽ ഇപ്പം കഴിഞ്ഞ ദിവസമാണെങ്കിൽ പല നടിമാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന പോലെ ആളുകളുടെ പേര് പുറത്തോട്ട് വിടരുത്, അത് പേഴ്സണൽ കാര്യങ്ങളാണ്, അതായത് മാങ്ങാ തേങ്ങ. എന്നാൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയത്? ഇത്ര മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഞാൻ ഇപ്പോഴും പറയുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും നടിമാർക്ക് അല്ലെങ്കിൽ നടന്മാർക്കൊക്കെ വന്നിട്ട് ഇതുപോലെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം ആരൊക്കെയാണ് ചോദിക്കുന്നതെന്നും ആരൊക്കെയാണ് ചോദിക്കാത്തതെന്നും ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെന്നും ഇവിടെയുള്ള എല്ലാ നടിമാർക്കും അറിയാം, നടന്മാർക്കും അറിയാം. പക്ഷേ ഇവിടെയുള്ള ചില നടന്മാരൊക്കെയാണ് ഈ റീസെൻ്റ്ലി വന്നിട്ടാണെങ്കിൽ ഒരു മീഡിയാസിൻ്റെ മുന്നിൽ വന്ന് പറയുന്നുണ്ട് അങ്ങനെയൊന്നും നടക്കുന്നില്ല, എനിക്കിതൊന്നും പറ്റിയിട്ടൊന്നും അറിയത്തില്ലേ, അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്. ഓക്കെ, ഈ പറയുന്ന എല്ലാ ആളുകൾക്കും എല്ലാം അറിയാം ഇവിടെയുള്ള. ഓക്കെ, ഞാൻ ഇനിയും പറയുന്നുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ അറിയുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഇതുപോലെ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ തന്നിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ആണെങ്കിൽ, അങ്ങനെ ഒരു മോശം എക്സ്പീരിയൻസ് തന്നിട്ടുള്ള ആൾക്കാരെ ആണെങ്കിൽ പേര് വെളിപ്പെടുത്തുക, അവരെ പബ്ലിക്കിനെ മുന്നിൽ കൊണ്ടുവന്നിടുക, ആൾക്കാർ കാണട്ടെ ഇത് ഇങ്ങനെയൊക്കെയാണ് അവരുടെ യഥാർത്ഥ മുഖം. ഇപ്പം മറ്റേ സുധീഷ് എന്നൊക്കെ പറയുന്ന ആ ചേട്ടനൊക്കെ ആണെങ്കിൽ ഫാമിലിയിൽ ഭാര്യയൊക്കെ ഉള്ളപ്പോൾ തന്നെ പിന്നെ വിളിക്കാൻ കേട്ടോ ഭാര്യ അടുത്തുണ്ട്, എന്തോന്നല്ലേ ഇതൊക്കെ? വീട്ടിൽ ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല, ഇത്ര മാത്രമേ പറയുന്നില്ല. ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇതെല്ലാം ഒരു കോമഡി രീതിയിലേ ഇനി പോവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ആർക്കും ആരൊക്കെയാണെന്നുള്ള പേരുകൾ വെളിപ്പെടുത്താൻ പറ്റുന്നില്ലല്ലോ. ഞാൻ ഇപ്പോഴും പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താടാ പേര് പറയാത്തെന്നുള്ള രീതിയിൽ. വേറെ ഒന്നും കൊണ്ടല്ലേ, ഈ പേര് പറഞ്ഞ് ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ വന്നിട്ട് ഇതുപോലെ നാണം കെട്ട് അച്ചാറായിട്ട് അല്ലെങ്കിൽ ഇവർ ഫാമിലിയിലൊക്കെ ആണെങ്കിൽ ഇവരുടെ യഥാർത്ഥ മുഖം ഇതാണെന്ന് എല്ലാവരും മനസ്സിലാക്കിയാൽ മാത്രമേ ഇനി നാളെ ഒരു പെൺകുട്ടിക്ക് മലയാള സിനിമയിലേക്ക് ധൈര്യത്തോടെ വന്ന് കാല് വെച്ച് ഇങ്ങോട്ട് നടന്ന് കയറാൻ പറ്റുള്ളൂ.